നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വിധിയുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വായന കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുവാൻ ശ്രമിക്കുക. അവരുടെ മനസ്സറിയാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ എത്തണമെന്നില്ല. ചിലർ എപ്പോഴും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും ചില റീഡിംഗ് അവർക്ക് കാണാൻ സാധിക്കണമെന്നില്ല. മറ്റു ചിലരാണെങ്കിലോ ഇത് ഫോളോ ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ യാദൃശികമായിട്ട് നമ്മളുടെ വായന കാണുകയും അതിലൂടെ പല കാര്യങ്ങൾ അറിയാനുമുള്ള ഒരു സാഹചര്യവും ഒക്കെയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പല രീതിയിലും നമുക്ക് സംഭവിക്കാം. ഇതിനെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രം ചില വായനകൾ ചിലപ്പോൾ കാണാൻ സാധിച്ചു എന്ന് വരില്ല. എപ്പോഴും ഫോളോ ചെയ്യാത്തവർക്ക് അത്രയും പ്രധാനമായിട്ടുള്ള മെസ്സേജ്, അതായത് നിങ്ങളുടെ സോള് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സോള് കുറച്ച് കാലങ്ങളായി നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരം ആ ഒരു വായനയിൽ ഉണ്ടാകാം. അത് തികച്ചും നിങ്ങൾ യാദൃശികമായിട്ടൊക്കെ കാണുന്നതുമായിരിക്കാം. ഭൂരിഭാഗം അങ്ങനെയാണ് നമുക്ക് പ്രേക്ഷകരുടെ റിസൾട്ടുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമുക്കപ്പോൾ വായനയിലേക്ക് കടക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് വേണം ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി ഒരു സ്ഥലത്തും നിങ്ങൾ മറ്റൊരു സ്ഥലത്തും നിൽക്കുന്നതായിട്ടാണ് പ്രധാനമായിട്ടും കാണുന്നത്. അതായത് നിങ്ങൾ 2 രാജ്യങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങളിലായിരിക്കാം, 2 ജില്ലകളിലായിരിക്കാം. എന്തുകൊണ്ടോ ഒരു അകൽച്ച, അതായത് ശാരീരികപരമായിട്ടുള്ള അകൽച്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ വന്നൊന്ന് നേരിട്ട് കാണണം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ അധികമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയുമായി കോണ്ടാക്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ വ്യക്തി ഈ ഒരു ആവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം. ഒരു പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയുമായി പ്രണയത്തിലായതിനു ശേഷം നേരിട്ട് കണ്ടിട്ട് പോലുമില്ലായിരിക്കാം. പലപ്പോഴും നിങ്ങൾ 2 പേരും കാണണം എന്ന് വിചാരിക്കുമ്പോൾ പോലും അവിടെ തടസ്സങ്ങൾ വരുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കാതെ പോകുന്നതുമായിട്ടൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളായിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയൊരു ശുഭമായ അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള പുതിയൊരു തുടക്കം, അതൊരു ദാമ്പത്യ ജീവിതമായിട്ടോ അല്ലെങ്കിൽ വീണ്ടും ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുമായി നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതിൽ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള മനോവിഷമമുണ്ട്. പക്ഷേ അത് പലപ്പോഴും ഈ വ്യക്തിയുടെ കൂട്ടുകാരോടോ മറ്റു ബന്ധുമിത്രാദികളോടോ അല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിട്ടും, നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ ഇനി എന്ത് തീരുമാനമെടുക്കണം എന്നുള്ള ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നതായിട്ടും, അതിലൂടെ മറ്റു പലവരോടും ഈ വ്യക്തി ഉപദേശം തേടുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഈ വ്യക്തി ഒരു നിസ്സഹായനാണ്, ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ തന്നെ ഈ വ്യക്തിയോട് വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടാകാം. കാരണം ഇതിനൊരു തീരുമാനം ഈ വ്യക്തിക്ക് എടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ. പലപ്പോഴും നിങ്ങൾക്കും ദേഷ്യം പിടിക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം മനസ്സിന് അസ്വസ്ഥതകൾ വരുന്ന രീതിയിൽ സംഭവ വികാസങ്ങൾ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ടാകണം. പക്ഷേ ഈ വ്യക്തിക്ക് ഇവിടെ തടസ്സം നിൽക്കുന്ന പല സാഹചര്യങ്ങളുണ്ട്. അത് തികച്ചും ഈ വ്യക്തിക്ക് തട്ടിമാറ്റാൻ കഴിയാത്ത
ചില ഫാക്റ്റാണ്, അല്ലെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങളാണ്. അത് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിനെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയൊരു വീടോ വാഹനമോ അല്ലെങ്കിൽ അത്രയും അത്യാവശ്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ വ്യക്തിക്ക് നിറവേറ്റേണ്ടതായിട്ടുണ്ട്, അത് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പല ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് ഒളിച്ചോടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ പലതരത്തിലുള്ള വിള്ളലുകളും സംഭവിക്കാനുള്ള ഏക കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ചില റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ചില വളരെയധികം ഈ വ്യക്തിക്ക്, അതായത് ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒരു സിബ്ലിങ്സ് ഉണ്ടാകാം, അതായത് കൂടപ്പിറപ്പുകൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യവും കൂടെ ഈ വ്യക്തിക്ക് നോക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ കാര്യവും കൂടി സേഫ് ആക്കിയതിന് ശേഷം നിങ്ങളിലേക്ക് പരിപൂർണമായി സന്തോഷത്തോടു കൂടി തിരിച്ചു വരാം എന്നുള്ള രീതിയിൽ ഈ വ്യക്തി വിശ്വാസത്തോടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളാണെങ്കിൽ അതിനൊന്നും തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടുകാരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത്രയും മനസ്താപമൊന്നും നിങ്ങൾക്കുള്ളതായിട്ട് കാണിക്കുന്നില്ല. നിങ്ങളുടെ ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ അത് ന്യായമാണ്. പക്ഷെ ഈ വ്യക്തിയുടെ ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ ഈ വ്യക്തി എന്താണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ന്യായം എന്നുള്ള വിശ്വാസത്തിലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ ഇടക്കിടക്ക് ചെറിയ രീതിയിൽ ഒരു ചെറിയ രീതിയിൽ മാലപ്പടക്കമൊക്കെ പൊട്ടുന്ന പോലെ ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് നോ കോണ്ടാക്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സംസാരിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് വരും, വാക്ക് തർക്കങ്ങൾ വരും, ആർഗ്യുമെന്റ്സ് വരും. പിന്നെ രണ്ടുപേരുടെയും ന്യായം പറയലായി വളരെയധികം മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സെന്റിമെന്റൽ പരമായിട്ടുള്ള വർത്താനങ്ങളായി, അത് പിന്നെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്നതായി. അതുകൊണ്ട് നിങ്ങളും ഒരു പരിധിവരെ ഈ വ്യക്തിയെ ഫ്രീ ആക്കി വിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളോട് ഇപ്പോൾ വളരെയധികം ഒരു വികാരം കുറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്ത ഈ വ്യക്തിക്കുണ്ട്. ഓൺ ആൻഡ് ഓഫ് എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയിലാണ്. അതായത് ചില സമയങ്ങളിൽ നിങ്ങളോട് ഫീലിങ്സ് തോന്നുകയും നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ വിഷമം തോന്നിക്കുകയും നിങ്ങളെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഓർത്തിട്ട് ഈ വ്യക്തിക്ക് തന്നെ പശ്ചാത്താപം വരികയും അതിലൂടെ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം എന്നുള്ള ചിന്തയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഹാങ്ഡ് മാൻ എനർജി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പിറ്റേ ദിവസം അല്ലെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ ആ ഒരു സ്പോട്ടിൽ തന്നെ ഈ വ്യക്തിയുടെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു തീരുമാനം പെട്ടെന്ന് മാറ്റുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതാണ് ഓൺ ആൻഡ് ഓഫ് എനർജി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില സമയങ്ങളിൽ നിങ്ങളെ വേണമെന്നും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും, ചില സമയങ്ങളിൽ ഇപ്പോൾ വേണ്ട, കുറച്ചും കൂടെ സമ്പാദിക്കണം, കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതെല്ലാം സോൾവ് ചെയ്യണം, അതിനുശേഷം നിങ്ങളും ഒത്തൊരു ജീവിതമാകാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതും രണ്ട് തലത്തിലുള്ള ചിന്തകളാണ് ഈ വ്യക്തിയെ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്താണ് പറയുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, അതിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം വിഷമം വരുന്നുണ്ട്, എത്രത്തോളം നിരാശ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടുകാരോടൊക്കെ അത്രയും പ്രതീക്ഷയോടുകൂടി പറഞ്ഞിട്ടായിരിക്കണം ഈ വ്യക്തിയുമായുള്ള വിവാഹ നിശ്ചയമോ അല്ലെങ്കിൽ കല്യാണമോ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്കൊക്കെ ചിന്തിച്ചത്. പക്ഷെ അവരുടെയൊക്കെ മുന്നിലും നിങ്ങൾ ഒരു ചോദ്യചിഹ്നമായിട്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ടുള്ള കാര്യങ്ങൾ, ഈ വ്യക്തിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ നിസ്സഹായമായിട്ട് ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്നതായിട്ടും മറുപടി ഇല്ലാതെ വളരെ വിഷമിച്ചു നിൽക്കുന്നതുമായിട്ടുള്ള സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ ഒരു തുടക്കം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ചധികം ഒന്ന് താമസിക്കുന്ന ഒരു രീതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് ഈ വ്യക്തിക്ക് സ്നേഹമില്ലേ എന്നുള്ളത്. നമുക്ക് പ്രധാനമായും ലഭിച്ചിരിക്കുന്ന ഈ 3 കാർഡ്സിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 2 ഓഫ് കപ്സ് ആണ്, ക്യൂൻ ഓഫ് പെന്റക്കിൾസും 9 ഓഫ് വോൺസും ആണ്. തീർച്ചയായിട്ടും ഇത് സ്നേഹത്തെയും അട്രാക്ഷനെയും തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള അതേ കമ്മിറ്റ്മെന്റ് തന്നെ മറ്റുള്ളവരോടുമുണ്ട്. അതായത് ഈ വ്യക്തിയുടെ സ്വന്തം അമ്മയോടും കുടുംബത്തോടും
അല്ലെങ്കിൽ ഉറ്റവരോടും കൂടെ കളിച്ചു വളർന്ന കൂട്ടുകാരോടും അങ്ങനെ അതേ കമ്മിറ്റ്മെന്റ് തന്നെ മറ്റുള്ളവരോടും വെക്കുന്നതാണ് ഇവിടെ വില്ലനായി മാറുന്നത്. അത് ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെ ഈ വ്യക്തി എപ്പോഴും നോക്കിക്കാണുന്നത് വളരെയധികം ഐശ്വര്യപൂർണമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നതോടുകൂടി ഈ വ്യക്തിക്ക് അങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ലഭിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ യഥാർത്ഥ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഈ വ്യക്തിക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലഭിച്ചതായിട്ടും വിദേശ യോഗം ഒക്കെ വന്നത് നിങ്ങൾ വന്നതിന് ശേഷമാണ് എന്ന് തന്നെയാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ശരിക്കും വളരെയധികം ഒരു എന്താ പറയുക, വളരെയധികം ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ഒരു എനർജിയാണ്. പക്ഷേ ഈ വ്യക്തി അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും എൻഗേജ് ചെയ്യുന്നുണ്ട്, അതായത് താല്പര്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള വഴി തെളിയിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ അവസ്ഥയാണെങ്കിലും കല്യാണപ്രായം എത്തി നിൽക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമായിരിക്കാം. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഉണ്ടാകുന്ന മാനസിക പ്രഷർ, ബുദ്ധിമുട്ടുകൾ അതും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വ്യക്തി എന്ന് തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തോടു കൂടിയുള്ള ഒരു ഒറ്റയാൾ പോരാട്ടം, അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ഒരു സന്യാസ ജീവിതം. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വ്യക്തിക്ക് എപ്പോഴും നിങ്ങൾ മെസ്സേജ് അയച്ച് ഈ വ്യക്തിയെ ശല്യപ്പെടുത്തുന്നതിന് പകരം ഈ വ്യക്തിയെ ഫ്രീ ആക്കി വിടുക. അത് പലവരും ഇതിനോടകം ചെയ്തു കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് റണ്ണിങ് ആൻഡ് ചേസിങ് എനർജി നിർത്തിവെച്ച ഒരവസ്ഥ. അത് വളരെ നല്ല കാര്യമാണ്. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഇന്നു മുതൽ അങ്ങനെ ചെയ്തു തുടങ്ങാനായി ശ്രമിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് തീർച്ചയായിട്ടും വളരെയധികം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എപ്പോഴും മനസ്സിൽ വെക്കാതെ, അല്ലെങ്കിൽ എപ്പോഴും മൗഢ്യമായിട്ടിരിക്കാതെ ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഇഷ്ടപ്രതിഷ്ഠ അല്ലെങ്കിൽ ഇഷ്ടദേവൻ, ദൈവം ആരാണോ, ഇഷ്ടപ്പെട്ട ഗോഡ് ആരാണോ ആ ഒരു ദൈവത്തെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും ഉപാസിക്കാനും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുതിയൊരു തുടക്കത്തെ സൂചിപ്പിക്കുന്ന മെസ്സേജ് ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഓൺ ആൻഡ് ഓഫ് എനർജി ഇങ്ങനെ പോകുന്നത് കൊണ്ട് നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് കീഴ്പ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് ഓൺ ആൻഡ് ഓഫ് എനർജി അല്ലെങ്കിൽ ചേസ് ചെയ്യുന്ന രീതി സ്റ്റോപ്പ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾ നിങ്ങളുടെ എനർജിയിൽ തന്നെ നിൽക്കുവാനായി ശ്രമിക്കുക. യാതൊരു കാരണവശാലും ഈ വ്യക്തിക്ക് നിങ്ങളുടെ എനർജി കൊടുക്കാനോ അല്ലെങ്കിൽ ഈ വ്യക്തിയെ കുറിച്ച് ഓർത്ത് നിങ്ങളുടെ എനർജി ഒരുപാട് നഷ്ടപ്പെടുത്താനോ നിൽക്കരുത്. അത് തികച്ചും മണ്ടത്തരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് വേറെ ചില സാഹചര്യങ്ങളിൽ അത് വർക്കൗട്ട് ആകും. പക്ഷെ ഈ ഒരു അവസ്ഥയാണ് നിങ്ങൾ, അതായത് ഈ ഒരു വായനയിൽ പറഞ്ഞ രീതിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം നിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് മാത്രമേ ഇതുകൊണ്ട് മെച്ചമുള്ളൂ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു മെസ്സേജ്, വായന, ഗൈഡൻസ് എന്ന് പറയുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാനവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.